ഹായ് ഫ്രണ്ട്സ്, വ്ളോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നേ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചാണ് ഞാനിന്ന് അച്ചാർ ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ ഈ അച്ചാർ ഉണ്ടാക്കണേന്ന്. ജാതിക്കത്തൊണ്ട് വെച്ചാണ് കേട്ടോ അന്ന് ഞാൻ അച്ചാർ ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ജാതിക്കത്തൊണ്ട് വെച്ച് അച്ചാർ ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ കുറച്ച് ജാതിക്കത്തൊണ്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ ജാതിക്കയുടെ തൊണ്ടൊക്കെ നല്ലോണം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ജാതിക്കത്തൊണ്ടൊക്കെ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ആ ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഉണ്ടല്ലോ, നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ ഒന്ന് നല്ലോണം പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞു വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം ജാതിക്കത്തൊണ്ടും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കാം. ജാതിക്കത്തൊണ്ടൊക്കെ ഒന്ന് ഒരുവിധം വാടി വരണ വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കായം, അത്രയും പൊടികളാണ് കേട്ടോ ഞാൻ എടുത്തത്. അങ്ങനെ നമ്മുടെ ജാതിക്കത്തൊണ്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് നേരത്തോളം ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണ വരെ. അതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം. തീ ഓഫാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ചൊറുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക്, അച്ചാറിലേക്ക് ഒരു ചെറിയൊരു പുളിയൊക്കെ കിട്ടാൻ. ജാതിക്കത്തൊണ്ടിന് ഒരു ചെറിയ പുളിയുണ്ട്, എന്നാലും കുറച്ച് അച്ചാറല്ലേ, കുറച്ചും കൂടി പുളിയൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൊറുക്കയും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജാതിക്കത്തൊണ്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.